ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം. കോൺഗ്രസ് ഇനിയും പാഠങ്ങൾ പഠിക്കാനുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തിരിച്ചടിയുടെ ക്ഷീണത്തിലാണ് മഹാസഖ്യം. തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ RJDയും കോൺഗ്രസും ഇടതു പാർട്ടികളും ഒരുമിച്ച് മത്സരത്തിനിറങ്ങിയപ്പോൾ ഇത്രയും വലിയ തിരിച്ചടി തീരെ പ്രതീക്ഷിച്ചതല്ല. 243 അംഗ നിയമസഭയിൽ BJPയും JDUവും നേതൃത്വം നൽകുന്ന NDA മുന്നണി 202 സീറ്റ് നേടിയാണ് ഭരണം പിടിച്ചത്. മഹാസഖ്യം 34ലേക്ക് ചുരുങ്ങി. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJPയും തൊട്ടുപിന്നിൽ JDUവും ഫിനിഷ് ചെയ്തു. RJDക്ക് 25 സീറ്റ് മാത്രമാണ് നേടാനായത്. സീറ്റ് നിലയിൽ നാലാമതെത്തിയത് NDAയുടെ ഘടകകക്ഷിയായ LJPയാണ്. കോൺഗ്രസിന് 6 സീറ്റിലെ ജയിക്കാൻ സാധിച്ചുള്ളൂ. AM, IM 5 സീറ്റിൽ വിജയിച്ചു. CPIM L 2 സീറ്റിലും CPM 1 സീറ്റിലും ജയിച്ചു. മഹിളാ യൂത്ത് ഫോർമുലയാണ് ബീഹാറിൽ വിജയം സമ്മാനിച്ചതെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കി. സ്ത്രീകളും യുവാക്കളും ജംഗിൾ രാജിനെ തള്ളിക്കളഞ്ഞുവെന്നും മോദി പറഞ്ഞു. BJP ഒരു തെരഞ്ഞെടുപ്പിൽ നേടിയ സീറ്റ് 6 തെരഞ്ഞെടുപ്പിലും കൂടി കോൺഗ്രസ് നേടിയില്ലെന്നും മോദി പരിഹസിച്ചു. കോൺഗ്രസിനെ നയിക്കുന്ന നേതാവ് മറ്റുള്ളവരെ കൂടി നെഗറ്റീവ് രാഷ്ട്രീയത്തിലൂടെ പരാജയപ്പെടുത്തുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. കോൺഗ്രസ് മറ്റു പാർട്ടികൾക്ക് ബാധ്യതയാണെന്നും മോദി പറഞ്ഞു. എന്നാൽ BJPക്കും JDUവിനും കിട്ടിയ വോട്ടുകളേക്കാൾ മുന്നിലെത്തിയത് RJDയാണ്. RJDക്ക് 22.92% വോട്ട് സംസ്ഥാനത്താകെ നേടാനായി. തൊട്ടു പിന്നിലുള്ള BJPയുടെ വോട്ട് വിഹിതം 20.14%. JDUവിന് 19.24% വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസിന് വെറും 8.75% വോട്ട് മാത്രമേ നേടാനായുള്ളൂ. CPIMന് 2.87%, CPMന് 0.62%, CPIക്ക് 0.76% നേടാനായത്. ബീഹാറിലെ കോൺഗ്രസിന്റെ പരാജയത്തിന് പിന്നാലെ രസകരമായ ഒരു കണക്ക് BJP IT സെൽ മേധാവി അമിത് മാളവിയ പങ്കുവച്ചു. 2004 മുതൽ രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ അടയാളപ്പെടുത്തിയ ഭൂപടം അദ്ദേഹം പുറത്തുവിട്ടു. രാഹുൽ ഗാന്ധി പാർട്ടിയുടെ പ്രധാന പ്രചാരകരിൽ ഒരാളായതിനു ശേഷം കോൺഗ്രസ് പരാജയപ്പെട്ട 95 മത്സരങ്ങൾ പട്ടികപ്പെടുത്തിയ ഒരു ഭൂപടവും അദ്ദേഹം പങ്കുവച്ചു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ രാഹുൽ ഗാന്ധി നേരിട്ട 95 തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ അടയാളപ്പെടുത്തിയ ഭൂപടം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. രാഹുൽ ഗാന്ധി വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്, വീണ്ടും ഒരു തോൽവി, തെരഞ്ഞെടുപ്പിലെ സ്ഥിരതയ്ക്ക് അവാർഡുകൾ നൽകുകയാണെങ്കിൽ അദ്ദേഹം എല്ലാം സ്വന്തമാക്കുമെന്നായിരുന്നു മാളവിയുടെ പരിഹാസം. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ശശി തരൂർ MPയുടെ പ്രതികരണം വന്നു. എന്താണ് വീഴ്ച പറ്റിയതെന്ന് പരിശോധിക്കണമെന്നും പരാജയത്തിൽ നിന്നും പാഠം പഠിക്കണമെന്നും തരൂർ പ്രതികരിച്ചു. ഇത്രയും വലിയ പരാജയം പ്രതീക്ഷിച്ചില്ലെന്നും ശശി തരൂർ പറഞ്ഞു.